സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ഒന്നാമത് ആശ്വസിപ്പിക്കാം. രണ്ടാമത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം എന്ന് പറഞ്ഞാൽ സൗമ്യതയും താഴ്മയും രണ്ട് നുകമുണ്ട്. അതിന് കീഴിൽ നിങ്ങളൊന്ന് വെച്ചു കൊടുക്കണം തല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്ത് കിട്ടും? സ്വസ്ഥത കിട്ടും, ആശ്വാസം കിട്ടും. ഇപ്പൊ മനസ്സിലായോ ആശ്വാസം കിട്ടാത്തതിന്റെ കാരണം എന്താന്ന്? സ്വസ്ഥത കിട്ടാത്ത കാരണം എന്താണെന്ന്? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സൗമ്യതയും ക്രിസ്തുവിന്റെ താഴ്മയും ജീവിതത്തിൽ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്. അഹങ്കാരത്തിന്റെ ഒരു അംശമുണ്ടെങ്കിൽ സ്തോത്രം പറ്റത്തില്ല. ദൈവമക്കളെ, ഈ നാളുകളിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതാ. ഇന്ന് നിൽക്കുന്നവർ നാളെ വീഴുന്നു, ഇന്നുള്ളവർ നാളെ ഇല്ല. എന്തു സംഭവിക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല. വയസ്സ് ചെല്ലണമെന്നില്ല. ചെറുപ്പക്കാര്, യൗവനക്കാര് കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. 20, 25, 30, 35 ഒക്കെ പ്രായമുള്ളവർ. അത് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇന്ന് ഈ ഹോളിന്റെ അകത്ത്, ഈ ആലയത്തിന്റെ അകത്ത് ഇതുപോലെ വന്നിരിക്കത്തക്കവണ്ണം കാലുകൾക്ക് ബലം തന്ന്, കരങ്ങൾക്ക് ബലം തന്ന്, ശരീരത്തിന് ബലം തന്ന്, മനസ്സിന് ധൈര്യം തന്ന് ദൈവം നമ്മെ കൊണ്ടുവന്നതോർത്ത് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവ സാന്നിധ്യമാണ് എനിക്ക് മുമ്പേ നടകൊള്ളുന്നത്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കട്ടെ.